തമാശ, വൈകാരികത, കുടുംബ ബന്ധങ്ങൾ, പ്രണയം, ആക്ഷൻ. ഒരു നിവിൻ പോളി ആരാധകൻ പ്രതീക്ഷിക്കുന്നതെല്ലാം ചിട്ടയായി അടുക്കിവെച്ചിരിക്കുന്ന പാക്കേജ്. അതാണ് അഖിൽ സത്യൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന സർവം മായ. നിവിൻ പോളിയുടെ വമ്പൻ തിരിച്ചുവരവ് എന്ന് നിസ്സംശയം പറയാവുന്ന ചിത്രം. പാച്ചുവും അത്ഭുത വിളക്കും എന്ന ആദ്യ ചിത്രത്തിനു ശേഷം തീർത്തും വ്യത്യസ്തമായ, തികച്ചും റീഫ്രഷിംഗ് ആയ കഥാന്തരീക്ഷത്തിലേക്കാണ് അഖിൽ സത്യനും നിവിൻ പോളിയും കൂട്ടരും ചേർന്ന് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അൽഫോൻസ് പുത്രൻ പ്രേമം വിജയിപ്പിക്കാൻ ഉപയോഗിച്ചത് അതേ സ്ട്രാറ്റജി കൂടി ഉപയോഗിച്ചതാണ് സർവമായ ഹിറ്റാകാൻ കാരണമെന്ന് തോന്നുന്നു. അന്ന് അൽഫോൻസ് ചെയ്തത് പടത്തിന്റെ ഒരു പാട്ട് മാത്രം ഇറക്കിവിട്ടു. അതിൽ മേരിയുടെ പിന്നാലെ പാട്ടും പാടി നടക്കുന്ന നിവിൻ പോളിയെ കാണാം. അന്ന് ആളുകൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. നിവിന്റെ മറ്റൊരു തട്ടത്തിൻമറയത്ത് പ്രതീക്ഷിച്ചു ചെന്ന ആളുകൾക്ക് അവിടെ കുറച്ച് സർപ്രൈസ് കൂടിയുണ്ടായിരുന്നു. മേരിയെ കൂടാതെ മലർമിസും സെലിനും പിന്നെ അതുവരെ കാണാത്ത രീതിയിൽ മുണ്ടുമടക്കി കുത്തി നിവിന്റെ ഒരു മാസ് അവതാരവും. ബിരിയാണി പ്രതീക്ഷിച്ചു പോയവന് അതിന്റെ 3 ഇരട്ടി തിരിച്ചു കിട്ടിയപ്പോ വൻ മൌത്ത് പബ്ലിസിറ്റി വന്നു. പടത്തിന് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയായി. ആദ്യം പടം കണ്ടവരിൽ നിന്നുണ്ടായ പ്രതികരണവും തിയേറ്ററിലെ ക്യൂ, ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയൊക്കെ അവിടെ തനിയെ മാർക്കറ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കരുതി പ്രേമം ഇതുകൊണ്ടൊക്കെ മാത്രം വിജയിച്ചു എന്നല്ല കേട്ടോ. നല്ല പ്രോഡക്റ്റ് ഇങ്ങനെ ഇത്തിരി പൊടിക്കൈ കൂടി ഉപയോഗിച്ച് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാവും. സർവമായയിലും ഇതുതന്നെ. വർഷങ്ങൾക്ക് ശേഷം നിവിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചാണ് ആളുകൾ ആദ്യമേ തിയേറ്ററിൽ പോയത്. അവർ പ്രതീക്ഷിച്ച നിവിനെ അവിടെ കിട്ടുക മാത്രമല്ല, അതുവരെ സിനിമയിലുണ്ടെന്ന് എങ്ങും പറയാതിരുന്ന ഒരു ബോണസ് കഥാപാത്രത്തെ കൂടി ആളുകൾക്ക് കിട്ടി. റിയ ഷിബു അവതരിപ്പിക്കുന്ന ഡെലുലു എന്ന കഥാപാത്രം. ആ പേര് പോലും ഒരു പുതുമയുണ്ടാക്കുന്ന ഒന്നാണ്. അങ്ങനെ നിവിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ഇടത്തു നിന്ന് ഇരട്ടി തിരിച്ചു കിട്ടിയപ്പോ പടത്തിന് നല്ല അഭിപ്രായം വന്നു. സംഭവം ഹിറ്റാകുന്നു. മിക്കവാറും പ്രേമത്തിന്റെ കളക്ഷനൊക്കെ മറികടന്ന് നിവിന്റെ ആദ്യത്തെ 100 കോടി പടമാകാൻ എല്ലാ സാധ്യതയും കാണുന്നു. സിനിമ എന്നാൽ എല്ലാവർക്കും എന്റർടൈൻമെന്റ് ആണ്. നമ്മളെ പോലെയുള്ളവർക്ക് സ്റ്റഡി മെറ്റീരിയലും കൂടിയാണ്. അനാഥരെ ഏറ്റെടുക്കുന്ന സത്യൻ അന്തിക്കാട് പ്രഥയും കഥാപാത്രങ്ങളും മകനായ അഖിൽ സത്യനിലൂടെയും തുടരുകയാണ്. പക്ഷെ അഖിൽ സത്യന് പറയാനുള്ളത് മനോഹരമായ ഒരു അനാഥ പ്രേതത്തിന്റെ കഥയാണ്. കാണുന്നവർക്കെല്ലാം ഇഷ്ടം തോന്നുന്ന, സിനിമ കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിലെന്ന് തോന്നിപ്പോകുന്ന പൂക്കിയായ ഒരു പ്രേതം. റിയ ഷിബുവിന്റെ ഡെലുലു, നമുക്കിഷ്ടമുള്ള, നമ്മളെ ചിരിപ്പിക്കുന്ന നിവിൻ പോളി, ഇവരെ വെച്ച് എന്തൊരു മനോഹരമായിട്ടാണ് സംവിധായകൻ പറഞ്ഞു തീർത്തത്. ഈ സിനിമയുടെ കുറവുകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല. കാരണം ഈ സിനിമയിൽ കൂടുതലുള്ളത് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. നല്ലൊരു സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തു നോക്കാവുന്ന പടം. സർവം മായ, സർവം മനോഹരം.